ഭാരതത്തിന്റെ എക്കാലത്തെയും വലിയ വീരനായകനായിട്ടുള്ള ഛത്രപതി ശിവാജി മഹാരാജിന്റെ ചരിത്രം ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആ വമ്പൻ പ്രഖ്യാപനം കേട്ട് ഓരോ ഭാരതീയന്റെയും നെഞ്ചു വിരിയുകയാണ്. അതെ, ഹിന്ദു അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ഇസ്രയേലിന്റെ മണ്ണിൽ ഛത്രപതി ശിവാജി മഹാരാജിന്റെ ഒരു കൂറ്റൻ പ്രതിമ ഉയരാൻ പോവുകയാണ്. ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മഹാരാഷ്ട്രയിൽ നിന്നും മന്ത്രിമാർ ഉടനെ ഇസ്രയേലിലേക്ക് തിരിക്കും. ഇസ്രയേലിന്റെ മുംബൈയിലുള്ള കോൺസൽ ജനറൽ യാനിവ് റവാഷ് ആണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. ജൂൺ 6-ന് ശിവാജി മഹാരാജിന്റെ കിരീടധാരണ ദിനമായിട്ടുള്ള ശിവരാജ്യാഭിഷേക് ദിനത്തിലായിരുന്നു ഈ ഒരു വലിയ വാർത്ത പുറത്തു വന്നത്. എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇതിനായി ശിവാജി മഹാരാജിനെ തിരഞ്ഞെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലുണ്ട് കാര്യം. തങ്ങളുടെ മാതൃഭൂമിയും സംസ്കാരവും സംരക്ഷിക്കാൻ ഇസ്രയേലും ഭാരതവും നടത്തിയ പോരാട്ടങ്ങൾക്ക് സമാനതകൾ ഏറെയാണ്. നൂറ്റാണ്ടുകളോളം വിദേശികൾക്കെതിരെ സ്വന്തം മണ്ണിനായി പോരാടിയ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ സമാനമാണ് ഹൈന്ദവ ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കാൻ ശിവാജി മഹാരാജ് നടത്തിയ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളും. ഇതൊരു സാധാരണ തീരുമാനമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായിട്ടുള്ള ഇസ്രയേൽ സന്ദർശനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം എത്രത്തോളം ശക്തമായി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പഴയതുപോലെ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെയും നായകന്മാരെയും ലോകത്തിന് മുന്നിൽ മറച്ചു പിടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഭാരതത്തിന്റെ ദേശീയതയുടെയും നമ്മുടെ സാംസ്കാരിക ഐക്യങ്ങളും ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ആദരവ് ഏറ്റുവാങ്ങുകയാണ്. സ്വന്തം രാജ്യത്തിനായി പൊരുതിയ യഥാർത്ഥ ദേശീയവാദികളെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യങ്ങൾ പോലും ഇന്ന് ബഹുമാനിക്കുന്നു. ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ജയ് ഭവാനി ജയ് ശിവാജി എന്ന മുദ്രാവാക്യത്തോടെയാണ് അദ്ദേഹം ഇസ്രയേലിന്റെ തീരുമാനത്തെ വരവേറ്റത്. വെറുമൊരു പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ ഇസ്രയേലിലെ പ്രധാന നഗരത്തിൽ തന്നെ ഈ ഒരു പ്രതിമ സ്ഥാപിക്കാനുള്ള എല്ലാ സഹായങ്ങളും മഹാരാഷ്ട്ര സർക്കാർ നൽകും. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് ഔദ്യോഗിക കാര്യങ്ങളും വേഗത്തിലാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി സംഘം ഇസ്രയേലിലേക്ക് പോകാനൊരുങ്ങുന്നത്. ചുരുക്കത്തിൽ ഇത് വെറുമൊരു പ്രതിമയുടെ കാര്യം മാത്രമല്ല, സ്വന്തം മണ്ണിനും സംസ്കാരത്തിനും വേണ്ടി പോരാടിയ രണ്ട് വലിയ ജനതകൾ തമ്മിലുള്ള ചരിത്രപരമായ ഒരുമയുടെ പ്രതീകമാണത്. വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയതയ്ക്ക് ലോകം നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത്. നമ്മുടെ ചരിത്ര നായകന്മാർ സ്വന്തം രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ നെറുകയിൽ തന്നെ ആദരിക്കപ്പെടുന്ന ഈ പുതിയ മാറ്റം ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്നതാണ്.